പ്രൈസ് ദി ലോർഡ്. हालेलुया। കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रभु के पवित्र नाम की महिमा हो। ഈ രാവിലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. प्रभु के शरण में आने में सुबह आने के लिए मौका दिया प्रभु ने। കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആരാധിപ്പാൻ ഈ പകൽക്കാലം ഇടയായി തീരട്ടെ. और इस सुबह उसकी प्रार्थना करने के लिए और उसकी आराधना करने के लिए प्रभु मदद करे। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। കർത്താവേ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, हे प्रभु धन्यवाद। हे हमारे स्वर्गीय पवित्र पिता, അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. आशीष भरे अच्छे सुबह के लिए धन्यवाद। പ്രിയ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ ദിനങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായല്ലോ. और तेरी उपस्थिति इन दिनों हम अनुभव कर पाए। അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. तो हमें चलाए जो रास्ते के लिए അങ്ങ് धन्यवाद। ഞങ്ങളെ കരുതിയ എല്ലാ അനുഭവങ്ങൾക്കായി സ്തോത്രം. हर एक अनुभव जो तूने दिया इसके लिए धन्यवाद। കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ദൈവിക ദാനങ്ങൾക്കായി നന്ദി പറയുന്നു. और परमेश्वर के दानों के लिए धन्यवाद करते हैं। പകൽക്കാലം ഈ ആരാധനയെ ദൈവം അനുഗ്രഹിക്കണം. और इस आराधना को तो आशीष പ്രിയ दे। കർത്താവേ, ഇതിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. इसमें भाग लेने वाले हर एक जन के लिए धन्यवाद। ജനത്തെല്ലാം ധന്യമായി ദൈവം അനുഗ്രഹിക്കണം. उन सबको तो आशीष दे। അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. हाँ, तू हमसे बात कर। നിന്റെ സാന്നിധ്യം നിന്റെ മക്കളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. और तेरे संतान जहाँ कहीं भी हो तेरी उपस्थिति को वो महसूस कर पाए। ശുശ്രൂഷകളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. और ये सारी सेवकाई को तेरे हाथ में सौंपते ഞങ്ങളെ हैं। അനുഗ്രഹിച്ചാട്ടെ. प्रभु आशीष दे। എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. हर एक प्रशंसा तुझे। യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से ही ആമേൻ. आमेन। കർത്താവിന് സ്തോത്രം. ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. प्रभु को धन्यवाद हो इतने अच्छे सुबह के लिए। परमेश्वर को धन्यवाद। ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. इस आराधना में भाग लेने वाले हर एक को प्रभु में प्रेम वंदन। കഴിഞ്ഞ ഒരാഴ്ച കൂടെ കർത്താവിന്റെ കൃപയും കരുണയും നമുക്ക് അനുഭവിപ്പാൻ ഇടയായി. पिछले और एक हफ्ते हम प्रभु की दया और करुणा अनुभव कर पाए। ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തിയല്ല. आज भी उसकी उपस्थिति महसूस करने के लिए प्रार्थना के साथ हम उसके पास जाएं। ചില പാട്ടുകൾ പാടി നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഈ സമയം വേർതിരിക്കുന്നു. കൊയറിനെതിനായിട്ട് ക്ഷണിക്കുകയും कुछ गाने गाकर हम उसकी स्तुति आराधना करेंगे। इसके लिए कोयर आगे कर हमें अगुवाई दें। ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. हम उनके साथ मिलकर गाकर प्रभु की आराधना करें। आइए हम परमेश्वर की सन्निधि में एक साथ उसकी आराधना करते हैं। हालेलुया। वचन कहता है कि एक या दो जन उसकी सन्निधि में साथ में मिलकर आराधना करते हैं तो वो उपस्थित है वहाँ पर। आइए हम उसको स्वागत करते हैं हमारे दिलों में। ये आराधना हम सब के लिए एक आशीषमय होने के लिए हम प्रार्थना करते हैं। हालेलुया। प्रेज लॉर्ड। पिता परमेश्वर, आज की आराधना हम आपके हाथों में सौंपते हैं। आप ही विराजमान हो, आप ही ये आराधना को लीड करें। हम आपके हाथों में पूरी तरीके से समर्पण करके प्रार्थना करते हैं। आमीन। प्रेज लॉर्ड। वंदना നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം യേശുപരാ. നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു
സന്നിധോ വന്നിടാമീ സദതം. ഇത്ര മഹത്വമുള്ള പദവി പുഴുക്കൾക്കരുളാം. ഇത്ര മഹത്വമുള്ള പദവി പുഴുക്കൾക്കരുളാം. പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം. ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന മാനവനെ നിനക്ക്. ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന മാനവനെ നിനക്ക്. മണ്ണിൽ മന്നവൻ നീ മനോകുലത്തിനു രക്ഷകൻ നീ. മണ്ണിൽ മന്നവൻ നീ മനോകുലത്തിനു രക്ഷകൻ നീ. മിന്നും പ്രഭാതമുള്ളൂ പിതാവിനു സന്നിധം നീയല്ലയോ. മിന്നും പ്രഭാതമുള്ളൂ പിതാവിനു സന്നിധം നീയല്ലയോ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നായി തിരുനാമത്തിനാദരവാം. വന്ദനം ചെയ്യുന്നു നിന്നായി തിരുനാമത്തിനാദരവാം. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകിയാരുള്ളു ജീവനാഥാ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകിയാരുള്ളു ജീവനാഥാ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരമേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരമേ. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നാടിയാ തിരുനാമത്തിനാദരവാം. വന്ദനം ചെയ്യുന്നു നിന്നാടിയാ തിരുനാമത്തിനാദരവാം. വന്ദനം ചെയ്യുന്നു നിന്നാടിയാ തിരുനാമത്തിനാദരവാം. परमेश्वर की आराधना करते हैं क्योंकि वो महिमा के योग्य है, स्तुति और आराधना की योग्य है. हालेलुया. हम कितना भी गाएंगे काफ़ी नहीं है उसके लिए, क्योंकि वो महान परमेश्वर है और स्तुतियों में वास करता है. तो हम उनको जितना स्तुति देते हैं वो कम है.
हम अपने पूरे हृदय से, अपने पूरे मन से उसकी आराधना करते हैं। हालेलुया, प्रेज लॉर्ड। आइए हम तालियों के साथ गीत गा के साथ में आराधना करते हैं। आराधना हो आत्मा से, आराधना हो सच्चाई से। हर एक जीव जिसमें हो प्राण उसकी आराधना करें। हालेलुया, प्रेज लॉर्ड। आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों से छूकर हाथों उसके पास। यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों से छूकर हाथों उसके पास। बहता उसका लहू क्रूस के तले, बहता उसका लहू क्रूस के तले। आई जो भी उसके पास देता वो छुटकारा, आई जो भी उसके पास देता वो छुटकारा। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे। यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को। यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को। महासागर जैसे बाधा में खुलेगा द्वार, महासागर जैसे बाधा में खुलेगा द्वार। पाप और शापों के दूर यीशु के लहू से, पाप और शापों के दूर यीशु के लहू से। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें वो प्राण यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें वो प्राण यहोवा की आराधना करे। यहोवा निसी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको तू न घबराना। यहोवा निसी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको तू न घबराना। देख तेरे सामने प्रभु ने दे दी विजय, देख तेरे सामने प्रभु ने दे दी विजय। छुटकारा
ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ പുകഴ്ത്തിടുന്നു, അങ്ങേ പുകഴ്ത്തിടുന്നു യേശു രാജാവിനെ. അങ്ങേ പുകഴ്ത്തിടുന്നു, അങ്ങേ പുകഴ്ത്തിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ഉയർത്തിടുന്നു, അങ്ങേ ഉയർത്തിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തിടുന്നു, അങ്ങേ ഉയർത്തിടുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശु राजाविने। हालेलुया। तालियों के साथ हम परमेश्वर की आराधना करें क्योंकि वो योग्य है, वो सारी स्तुति और महिमा की योग्य है। हालेलुया। वो राजाओं का राजा है और वो प्रभुओं का प्रभु है। हम उसकी स्तुति गाएं, हम उसकी प्रशंसा करें। आज के सुबह के वक्त हमारे हर एक प्रश्नों का और हमारे हर एक सवाल का जवाब यीशु में ही है। उसके पास आओ और वो आपकी सारी परेशानियों को हल दिखा देगा। हालेलुया। अगर वो एक दरवाजा खोलता है तो कोई उसे बंद नहीं कर सकता। अगर वो कोई दरवाजा बंद करता है तो कोई उसे खोल नहीं सकता। वो जो करता है कोई मनुष्य क्या किसी के भी सामने जिन्होंने कुछ भी सोचा नहीं है वो करता है। उतना बड़ा और महान काम हमारे परमेश्वर करता है। हालेलुया। प्रेज लॉर्ड। आइए हम उसकी स्तुति करें। तेरी स्तुति मैं करूं, आराधना करूं दिल से। हमें एक ही काम करना है, वो है उसकी स्तुति और उसकी प्रशंसा और उसकी आराधना। हालेलुया। जैसे स्तुति और प्रशंसा और आराधना स्वर्ग की ओर जाता है, हमारे उत्तर भी नीचे की तरफ आता है। हालेलुया। प्रेज लॉर्ड। हालेलुया। आइए हम मिलकर एक गाना गाते हैं। तेरी स्तुति मैं करूं, आराधना करूं दिल से। स्तुति मैं करूं, आराधना करूं दिल से।
स्तुति हो जहाँ मेरी नजर जाए, वहाँ तेरी स्तुति हो। सारी दुनिया का रखवाला तू, सारी दुनिया का रखवाला तू है प्रभु, तू ही तू। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। खुशी और गम में साथ हो तेरा, प्रारंभ और अंत में नाम हो तेरा। खुशी और गम में साथ हो तेरा, प्रारंभ और अंत में नाम हो तेरा। मेरे जीवन का सहारा तू, मेरे जीवन का सहारा तू है प्रभु, तू ही तू। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। जहाँ मेरी नजर जाए, वहाँ तेरी स्तुति हो। जहाँ मेरी नजर जाए, वहाँ तेरी स्तुति हो। सारी दुनिया का रखवाला तू, सारी दुनिया का रखवाला तू है प्रभु, तू ही तू। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। तेरी स्तुति मैं करूं, आराधना करूं दिल से, दिल से। आपके हाथों को उठाकर
एक और बार उस महान परमेश्वर को धन्यवाद करें। दिल से, पूरे मन से स्तुति और आराधना वही हमारे परमेश्वर चाहता है। हालेलुया, प्रेज लॉर्ड। आइए हम प्रार्थना करते हैं। पिता परमेश्वर, इस सुंदर समय के लिए हम धन्यवाद करते हैं। आज इस सुबह के समय जब लोग आपका ये वचन और ये सब सुनेंगे, तब उनका दिलों को आप परिवर्तन कर देना। परमेश्वर, आप उनका हर एक प्रश्नों का और हर एक परेशानियों का हल निकाल देना। परमेश्वर, आपके हाथ में हम सबको सौंपते हैं। आप ही महिमा ले, आप ही स्तुति और प्रशंसा और सब कुछ आप ही को। आमेन, हालेलुया, प्रेज लॉर्ड, हालेलुया। നാമത്തിന് വീണ്ടും മഹത്വം കരയറ്റുന്നു. परमेश्वर के नाम को वापस से महिमा देते हैं। നാം ഇതുവരെയുള്ള സമയങ്ങൾ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. और गाने गाकर उसकी महिमा करने का मौका प्रभु परमेश्वर ने दिया। അവരിലുള്ളതായ നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. इसलिए कौर को धन्यवाद करते हैं। തുടർന്ന് ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम अभी मिलकर प्रार्थना करेंगे। കർത്താവ് ദിനങ്ങളിൽ നമുക്ക് നൽകിയ എല്ലാ ദൈവിക മറുപടികൾക്കായി, നമ്മുടെ പ്രാർത്ഥന മറുപടികൾക്കായി, ദൈവം നടത്തിയ എല്ലാ അനുഭവങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. और प्रभु हमें जिस तरह चलाते आया है, हमारे जो प्रार्थना का उत्तर दिया है, उन सभी चीजों को याद कर हम धन्यवाद करें। നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. और हमारे बोझ को उठाने वाले उस अच्छे प्रभु को हम धन्यवाद करें। നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. और हमारे प्रार्थना सुनने वाले उस अच्छे प्रभु को स्तुति करें। നമ്മെ എത്രത്തോളം സഹായിച്ച ദൈവത്തെ നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നന്ദി और കരയറ്റാം. अपना सहायता करने वाले परमेश्वर को हाथ उठाकर हम धन्यवाद Praise the करें। Lord. हालेलुया, Hallelujah. Thank you, നന്ദി Lord. കർത്താവേ, Thank ഞങ്ങളുടെ you, Lord. പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി हमारे തന്നല്ലോ. प्रार्थना सुनता है, इसके लिए ഇതുവരെ धन्यवाद। ഞങ്ങളെ സഹായിച്ചല്ലോ. तो अब तक सहायता के ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി चलाने वाले പറയുന്നു हर കർത്താവേ. एक रास्तों के लिए धन्यवाद। Praise Jesus. Hallelujah. നാം തുടർന്ന നിമിഷങ്ങൾ കൂടെ പ്രാർത്ഥിക്കുകയാണ് പകൽക്കാലം. ഈ പ്രാർത്ഥന സെഷനിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഒരു മനസ്സോടെ, ഏകാഗ്രതയോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാമല്ലോ. और हमें एक साथ प्रार्थना करने वाले और इस प्रार्थना के समय में हमारी जरूरतों को पूरे ध्यान के साथ, विश्वास के साथ हम परमेश्वर के हाथ में सौंपें। നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കാമല്ലോ. और जहाँ पर भी तुम हो, विश्वास के साथ तुम्हारी जरूरतों को परमेश्वर के ഹല്ലേലൂയ. ऊपर, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. और विश्वास करने वालों के ऊपर प्रकट होने वाली उसकी शक्ति आज भी कम नहीं എന്നും हुई है। കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. आज भी वो परमेश्वर अद्भुत എന്നും कार्य करने वाला ദൈവത്തിന് നമുക്ക് परमेश्वर, വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ आज भी वो हमारे लिए अद्भुत कार्य कर നമ്മുടെ सकता है। പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ കഴിയും. हमारे प्रार्थना का उत्तर वो दे सकता है। ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആ ഭാരത്തിന്റെ മേൽ ദൈവകരം നീട്ടപ്പെടട്ടെ. ശാരീരിക രോഗങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ മേഖലകളിലും ഒരു വലിയ ദൈവപ്രവൃത്തി പകൽക്കാലം വെളിപ്പെടട്ടെ. अगर कोई भी विषय के ऊपर तुम्हें बोझ हो तो उसके ऊपर परमेश्वर का कार्य प्रकट हो, बीमारी हट जाए, शरीर चंगा हो जाए, ये सब प्रभु करे। നമ്മുടെ സഹോദരവർഗങ്ങൾക്കായി, നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവസഭകൾക്കായി, നമ്മുടെ പട്ടണങ്ങൾക്കായി, രാജ്യങ്ങൾക്കായി ഒക്കെ നമുക്ക് ദൈവത്തോട് അല്പസമയം മധ്യസ്ഥത അടയ്ക്കാം. हमारे भाई बहनों के लिए, हमारे साथी विश्वासियों के लिए, परमेश्वर के दासों के लिए, कलीसिया के लिए, सेवकाई के लिए, देश के लिए, राज्य के लिए, हम एक साथ इन सभी विषयों के बारे में प्रार्थना करें। ഈ മഹാമാരിയിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് और इस महामारी से प्रभु एक छुटकारा देने के लिए हम प्रार्थना करें। എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന ഇടങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാണ്. आप जहाँ कहीं भी हो, आप अपने हाथों को विश्वास के साथ उठाकर हमारे साथ मिलकर प्रार्थना करें। ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, हे पवित्र और अनंत परमेश्वर, അനുഗ്രഹീതമായ നല്ല പകലിനായി വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. आशीष भरे इतने अच्छे सुबह के लिए धन्यवाद। ഈ ദിനങ്ങളൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് നൽകിയ മറുപടികൾക്കായി സ്തോത്ര और കർത്താവേ. हमारे प्रार्थना के ऊपर देने वाले उत्तर के लिए അങ്ങ് धन्यवाद। ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന देने കർത്താവേ. तू करने वाले हर एक अद्भुत कार्य के लिए धन्यवाद। ദൈവോളം ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന और കർത്താവേ. अब तक तूने जिस तरह चलाया उसके लिए धन्यवाद। പ്രിയ കർത്താവേ, ഇതേ പല ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. और अनेक अनेक जगहों से इस आराधना में भाग लेने वाले हर एक के लिए हम प्रार्थना വിവിധ करते हैं। ആവശ്യങ്ങളോട്, ഭാരങ്ങളോട്, വേദനകളോടായിരിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന നിന്റെ ജനത്തോട് കരുണ കാണിക്കണമേ കർത്താവേ. अनेक अनेक जगहों में अनेक जरूरतों के साथ, बोझ में और रोग में और बीमारी में होने वाले हर एक के ऊपर तू करुणा दिखा पिता। ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ വേളയിൽ തന്നെ ദൈവികമാകുന്ന സൗഖ്യവും വിടുതലും
വിടുതലുകളും ജനം അനുഭവിപ്പാനിടയാകണം. और इस प्रार्थना के समय ही चंगाई और छुटकारा प्राप्त करने के लिए हम विनती എല്ലാ करते हैं। പ്രതിബന്ധങ്ങളും മാറിപ്പോകട്ടെ. हर एक बाधाएं हट जाए എല്ലാ രോഗാനുഭവങ്ങളും മാറിപ്പോകട്ടെ. और हर एक बीमारी के हालात हट जाए। ദൈവശക്തി ദൈവ സാന്നിധ്യവും ജനം അനുഭവിക്കട്ടെ. प्रभु का सामर्थ्य और उपस्थिति लोग अनुभव कर पाए। കർത്താവേ, ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. हमारे हर एक भाई बहनों के लिए प्रार्थना करते हैं। എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയുമാറാകണം. हर एक के ऊपर तेरे अनुग्रह और आशीष दे। കർത്താവേ, കൂടി വരുവാൻ കഴിയാതെ വണ്ണം ഭവനങ്ങളിലായിരുന്ന ജനം നിന്നെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം വ്യക്തമായി അനുഭവിക്കട്ടെ. ദൈവ ശബ്ദം കേൾക്കുവാനിടയാകട്ടെ. और जब वो एक साथ नहीं आ पा रहे, लेकिन वो जहाँ पर भी है वो तेरी उपस्थिति महसूस कर पाए और तेरी आवाज को सुने। പ്രിയ കർത്താവേ, ഞങ്ങളുടെ പട്ടണങ്ങൾക്കായി ഞങ്ങൾ और പ്രാർത്ഥിക്കുകയാണ്. हमारे शहर के लिए हम प्रार्थना ഞങ്ങളുടെ करते हैं। ദേശങ്ങൾക്കായി और हमारे പ്രാർത്ഥിക്കുകയാണ്. देश के लिए भी ഞങ്ങളുടെ प्रार्थना करते രാജ്യത്തിന് हैं। വേണ്ടി हमारे പ്രാർത്ഥിക്കുകയാണ്. राज्य के लिए प्रार्थना ഞങ്ങളുടെ करते हैं। ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. और जो अधिकारी में है उनके लिए प्रार्थना കർത്താവേ, करते ഞങ്ങളുടെ हैं। ദേശത്ത് വലിയൊരു ആത്മീയ ഉണർവുണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയാണ്. और हमारे देश में आत्मिक जागृति के लिए प्रार्थना ഞങ്ങളുടെ करते ഭാരത हैं। രാജ്യം യേശുവിനെ അറിയുവാൻ വേണ്ടി ഞങ്ങൾ और പ്രാർത്ഥിക്കുകയാണ്. हमारा भारत देश प्रभु यीशु को जान पाए इसके लिए കർത്താവേ, प्रार्थना ഈ करते हैं। നാളുകൾ ഞങ്ങളുടെ ദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായൊരു സമാധാനവും വിടുതലും നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. और ये जो महामारी फैली है उससे एक छुटकारा के लिए हम विनती करते हैं। കർത്താവേ, അനേകം പ്രിയപ്പെട്ടവർ ഈ നാളുകൾ മരണപ്പെടുവാനിടയായല്ലോ. അവരുടെ പ്രിയജനങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവിക സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. और कई प्रियजन इस दुनिया छोड़कर चले गए, उनके जो घर वाले हैं उनको हम याद करते हैं। तेरी शांति उनके ऊपर बनाए रखे। പലരും രോഗത്താൽ പ്രയാസപ്പെടുന്ന കർത്താവേ, അവരുടെ സൗഖ്യമാക്കുന്ന കരം അവരുടെ മേൽ വയ്ക്കുമാറാകണം. कई लोग बीमार हैं, तेरे चंगाई का हाथ उनके ऊपर रख। കർത്താവേ, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കായി ഞങ്ങൾ और പ്രാർത്ഥിക്കുകയാണ്. सारे जो कर्मचारी है, हेल्थ वर्कर्स हैं, उनके लिए हम प्रार्थना करते हैं। വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവേ, വിദൂരങ്ങളിൽ വിദേശങ്ങളായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. और जो दूर देश में भार्गव में जो हमारे भाई बहन उनके लिए हम प्रार्थना എല്ലാ करते हैं। ദൈവസഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर की कलीसिया के लिए എല്ലാ प्रार्थना करते हैं। ദൈവദാസന്മാർക്കായി ഞങ്ങൾ तेरे दासों के लिए धन्यवाद करते हैं। ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ സഭാജനങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. और एक बार सभी प्रियजनों को तेरे हाथ में ഞങ്ങളുടെ सौंपते हैं। കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. हमारे बच्चों के लिए प्रत्येक रूप से ദൈവം അവരെ प्रार्थना करते हैं। അനുഗ്രഹിക്കണമേ. तू आशीष അവരുടെ दे। വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. और उनकी पढ़ाई विद्या को തൊഴിൽ तू സംബന്ധമായ प्रोत्साहन कर। വിഷയങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നവർക്കായി और പ്രാർത്ഥിക്കുന്നു. जो कामकाज की कमी में है उनके लिए प्रार्थना करते ഭൗതിക हैं। ഞെരുക്കം അനുഭവിക്കുന്നവർക്കായി और പ്രാർത്ഥിക്കുന്നു. आर्थिक रूप से जो कमी में है उनके लिए प्रार्थना करते എല്ലാം हैं। അത്ഭുതങ്ങളുടെ വഴികളെ उनके लिए തുറക്കുമാറാകണം. अद्भुत कार्य का रास्ता को। അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. हमारे प्रार्थना सुनने वाला परमेश्वर है, इसके लिए ഇന്ന് धन्यवाद। പകൽക്കാലം തുറന്നുള്ള നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാക്കണമേ. और आगे भी तेरी उपस्थिति महसूस करने के लिए തുടർന്ന് मदद അങ്ങയുടെ कर। വചനത്തിലൂടെ ഞങ്ങളോട് तेरे സംസാരിക്കണമേ. वचन के द्वारा हमसे बात എല്ലാ कर। നല്ല ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. हर एक दानों के लिए धन्यवाद। യേശുവിൻ നാമത്തിൽ പിതാവേ. यीशु के नाम से ही ആമേൻ. Amen. Praise the Lord. Praise the Lord. കർത്താവിന് സ്തോത്രം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ചില സമയങ്ങൾ കൂടി ആയിരിക്കാം. प्रभु को धन्यवाद हो। और समय हम प्रार्थना के साथ बैठे। ദൈവവചന ചിന്തയ്ക്കായിട്ട് നാം തുറന്നുള്ള ചില സമയങ്ങൾ വേർതിരിക്കുകയാണ്. आगे का समय परमेश्वर के वचन से हम मनन करेंगे। നമ്മുടെ ധ്യാനത്തിനായി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം 18-ാം വാക്യവും നാം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. याकूब का पुस्तक उसका अध्याय 5 उसका 17 और 18 हम पढ़ेंगे। Of James chapter 5 verses 17 and 18. നാം ഇങ്ങനെ വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. याकूब का पुस्तक अध्याय 5 उसका 17 और 18 ऐसा लिखा है। एलिया भी तो हमारे समान दुख सुख भोगने वाला मनुष्य था, और उसने गिड़गिड़ा कर प्रार्थना की कि बारिश ना बरसे, और 3.5 वर्ष तक भूमि पर बारिश नहीं बरसा। फिर उसने प्रार्थना की तो आकाश से वर्षा हुई और भूमि फलवंत हुई। ഈ അനുഗ്രഹീതമായ വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस वचन के लिए प्रभु को धन्यवाद करते हैं। പ്രാർത്ഥനയുള്ള വിധത്തിൽ പരിചിതമായ ഒരു വേദസൂത്രമാണ് നമുക്ക് വായിച്ച് കേൾക്കുവാനിടയായി. प्रार्थना के विषय में का एक वचन है ये। ഇവിടെ ഏലിയാവിനെ കുറിച്ച് ദൈവദാസൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ.
और एलिया के बारे में ये परमेश्वर का दास उसका परिचय देता है कि वो हमारी तरह एक मनुष्य था. സാധാരണ മനുഷ്യൻ അസാധാരണമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്, പ്രാർത്ഥനയാൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. लेकिन एक मामूली इंसान जो हमारी तरह है, प्रार्थना के द्वारा असाधारण कामों के लिए उपयोग किया जा रहा है. ഈ പ്രകൃതി ശക്തികളുടെ മേൽ അവനിലൂടെ ദൈവിക അധികാരം വെളിപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. इस संसार और प्रकृति के शक्तियों के ऊपर एक इंसान, असाधारण इंसान उसको नियंत्रित कर रहा है, वो हम यहाँ पर देख सकते हैं. തിരുവചനത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഏലിയാവ്. परमेश्वर के वचन में बहुत ही ध्यान देने लायक एक इंसान है एलिया. ഇസ്രായേൽ ജനത്തിന് നടുവിൽ അനേക മ്ലേച്ഛതകൾ, ആത്മീയമായ മൂല്യച്യുതികൾ സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം. और इसराइल के बीच में बहुत ही अधर्म में जीने वाला एक समय. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് ജീവനില്ലാത്ത മിഥ്യാമൂർത്തികളിലേക്ക്, അതുപോലെ തന്നെ മറ്റ് അന്യ ദേവന്മാരിലേക്ക് ജനം മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. और जीवित परमेश्वर को छोड़कर निर्जीवन होने वाले मूर्तियों के पीछे जाने वाला एक समय. ദൈവം വഴിവിട്ട് ജനം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. और परमेश्वर का रास्ता छोड़कर सफर करने वाला एक समय. വിശേഷാൽ രാജാവായ ആഹാബ് ആമേൻ താൻ തന്റേതായ മുഴുവൻ അധികാരവും ജീവനുള്ള ദൈവത്തെ കോപിപ്പിക്കുവാനും ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റുവാനുമായി ഉപയോഗിക്കാനിടയായി. और राजा अहाब ने अपने सारे अधिकार से लोगों को परमेश्वर से दूर करने के लिए और परमेश्वर को क्रोध दिलाने के लिए जुट गया. ദേശത്തവരുടങ്ങളായി ബാൽ ദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും അതിന് പൂജാഗിരികൾ ഉണ്ടാക്കുകയും പുരോഹിതന്മാരെ നിയമിക്കുകയും ആരാധനകൾ അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. और एक ऐसा समय जहां पर देश देश में हर कोने में जो है बाल देवता की मूर्ति होती और उसकी पूजा करने के लिए पुजारी होते और उस पर बलिदान चढ़ाने के लिए उसके सारे क्रियाक्रम किए गए. അതിനുവേണ്ടിയുള്ള പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും പ്രത്യേകമായി ആമേൻ ഊട്ടി വളർത്തിയതായ ഒരു കാലഘട്ടം. और एक ऐसा समय कि बाल देवताओं के लिए पुजारी और भविष्यवक्ता जो है उनको चुना जाता और उनकी संख्या बढ़ा दी गई. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തിശ്ബിയിൽ നിന്ന് തിശ്ബ്യനായ ഏലിയാവെന്ന ഒരു മനുഷ്യൻ രംഗപ്രവേശനം ചെയ്യുന്നു. ऐसे एक समय में तिश्बी से ये जो एलिया करके इंसान जो है यहाँ पर प्रवेश करता है. ദൈവഭക്തനായ ഒരു മനുഷ്യൻ, परमेश्वर का भक्त, നാളുകളായി ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരുന്ന ഒരു മനുഷ്യൻ. सालों से इस्राएल के छुटकारा के लिए प्रार्थना करने वाला एक भक्त. ചരിത്രത്തിൽ അതിനു മുൻപ് ഏലിയാവിനെ എങ്ങും തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. उसके पहले एलिया का परिचय किधर भी नहीं दिया है. എന്നാൽ ഒരിക്കൽ ദൈവാത്മ നിയുക്തനായി ദൈവാത്മാവിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് രാജാവിന്റെ മുൻപിൽ അവൻ പ്രത്യക്ഷനാവുകയാണ്. लेकिन परमेश्वर की वाणी स्वीकार करके वो राजा अहाब के सामने आता है. ഒന്ന് രാജാക്കന്മാർ पहले राजाओं का पुस्तक 18 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വിശേഷ ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. अध्याय 18 और 19 में ये विषय हम सब पर देख सकते हैं. അങ്ങനെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ശക്തിയാൽ അസാധാരണമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി താൻ നിയോഗിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും ആ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നു. तो एक साधारण इंसान एलिया जो है परमेश्वर के नियुक्त किए जाने से और परमेश्वर के सामर्थ्य के कारण असाधारण चीजों के लिए उपयोग किया गया. ആ ഏലിയാവ് കഴിച്ച രണ്ട് പ്രാർത്ഥനകളെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. और वो एलिया ने जो दो प्रार्थना की वो हमने वहां पर पढ़ा. ഒരിക്കൽ അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്യാതിരിക്കേണ്ടതിന്. सबसे पहले उसने प्रार्थना की कि बारिश ना हो. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3.5 साल तक बारिश नहीं हुई. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. उसने वापस प्रार्थना की. ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളയുവാനിടയായി. बारिश हुई और भूमि फलवंत हुई. हालेलुया. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ ഏലിയാവിന്റെ 3 പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और पहले राजाओं का पुस्तक अध्याय 18 और 19 देखेंगे तो इस एलिया के 3 प्रार्थनाएं हम वहां पर देख सकते हैं. നമ്മൾ അല്പസമയം ഏലിയാവിന്റെ ആ പ്രാർത്ഥനകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. और ये एलिया भक्त जो है उसकी प्रार्थनाओं पर हम ध्यान देंगे. 1 രാജാക്കന്മാർ 18 അധ്യായത്തിന്റെ 36 വാക്യത്തിലാണ് തന്റെ ആദ്യത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. पहले राजाओं का पुस्तक अध्याय 18 उसके 36 में एलिया की सबसे पहली प्रार्थना लिखी गई है. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. और वहां पर लिखा है,
फिर भेंट चढ़ाने के समय एलिया नबी समीप जाकर कहने लगा, ए इब्राहिम, इसहाक और इस्राएल के परमेश्वर यहोवा, आज ये प्रकट कर कि इस्राएल में तू ही परमेश्वर है और मैं तेरा दास हूँ, और मैंने ये सब काम तेरे वचन पाकर ही किया है। നമുക്ക് സമസ്വഭാവമുള്ളതായ हमारे तरह स्वभाव होने वाला, നമ്മെ പോലുള്ളതായ हमारी तरह ഏലിയാവ് एलियाव जो है, ഇവിടെ ചരിത്ര പ്രസിദ്ധമായ ഒരു തന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. और सारे इतिहास में प्रसिद्ध होने वाली प्रार्थना वो यहाँ पर कहता ഞാൻ है। ആദ്യം ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ ദേശം മുഴുവൻ യഹോവയായ ദൈവത്തെ ത്യജിച്ച് മറ്റ് മ്ലേച്ഛതകളിലേക്കും ജാതീയ ആരാധനകളിലേക്കും വിഗ്രഹാരാധനകളിലേക്കും മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. और मैंने जैसे पहले ही बताया, इस्राएल की प्रजा जो है परमेश्वर को भूलकर अधर्मों में और कुकर्म में चलने वाला एक समय। അവർ ആദരിച്ചുകൊണ്ടിരുന്ന മെസ്സിഹയെ അല്ലെങ്കിൽ ദൈവമായ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന കാലഘട്ടം. और एक ऐसा समय कि जो परमेश्वर यहोवा की आदर वो करते थे वो छोड़ दिया उन्होंने। ഇവിടെ ഏലിയാവ് ഒരിക്കൽ ജീവനുള്ള ദൈവം ആരെന്ന് ദേശത്ത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഒരു യാഗം, ഒരു യജ്ഞം വയ്ക്കുവാനിടയായിട്ടുണ്ട്. और जीवित उस देश में जीवित परमेश्वर कौन है उसका सबूत देने के लिए उसने एक भेंट तैयार की। 17-ാം അധ്യായം 18-ാം അധ്യായം നമുക്ക് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദേശത്ത് അനേക ബാലിന്റെ പ്രവാചകന്മാരും പൂജാഗിരികളും പൂജാ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. अध्याय 17 और 18 हम जब साथ में पढ़ते तो हमें समझ में आता है कि बाल देवता के लिए कई सारे पुजारी और नबी थे। ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവായ ആഹാബിന്റെ മുൻപിൽ ഏലിയാവ് ചെന്നിട്ട് ഇപ്രകാരം അറിയിക്കുവാനിടയായി തീർന്നു, യഹോവയായ ദൈവം ഈ ദേശത്ത് ദൈവത്തിന്റെ കരം നീട്ടുവാൻ പോകുകയാണ്. और उस राजा अहाब के पास जाकर एलिया ने कहा कि परमेश्वर इस देश की ओर अपना हाथ बढ़ाने जा रहा है। ദൈവം ദേശത്തിന്മേൽ വലിയ ക്ഷാമം വരുത്തുവാൻ പോകുകയാണ്. और परमेश्वर इस देश के ऊपर एक बड़ा अकाल लाने जा रहा है। മഴയെ അവൻ നിർത്തുവാൻ പോകുകയാണ്. और वो बारिश को रोकने वाला മഴ है। പെയ്യരുതെന്ന് മേഘങ്ങളോട് അവൻ കൽപ്പിക്കുവാൻ और പോകുകയാണ്. परमेश्वर आज्ञा देगा बादलों की बारिश ना करे। ദേശത്തെ ജനം ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവം തന്റെ കരം ദേശത്തിന് വിരോധമായി നീട്ടുവാൻ പോകുകയാണ്. और इस देश के ऊपर एक जीवित परमेश्वर है उसका सबूत देने के लिए वो अपना हाथ इस देश की ओर बढ़ाने जा रहा है। എന്നാൽ ഈ സാഹചര്യങ്ങളിൽ യഹോവയായ ദൈവത്തെ ദേശത്തിന് വെളിപ്പെടുത്തേണ്ട, തെളിയിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ഏലിയാവിന്റെ മേൽ നിക്ഷിപ്തമാകുവാനിടയായി. और एक बड़ी जिम्मेदारी एलिया के ऊपर है कि इस देश में बताए कि जीवित परमेश्वर कौन है। അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും നാം കടന്നു പോകുന്നില്ല. और उसके इतिहास के बारे में हम आगे इतिहास में नहीं जाएंगे। അതിനുവേണ്ടി ഏലിയാവ് വെച്ചതായ ഒരു നിബന്ധന ഇതാണ്. और उसके लिए एक शर्त जो एलिया ने रखी वो ये थी, ഈ ദേശത്തുള്ളതായ എല്ലാ ബാൽ പ്രവാചകന്മാരെയും അശേരാ പ്രതിഷ്ഠകളുടെ പുരോഹിതന്മാരെയും കർമ്മേൽ മലയിലേക്ക് വിളിച്ചു കൂട്ടുക. उसने कहा कि जो भी बाल और अशेरत देवी के जो भी पुजारी है, नबी है, उन सबको करमेल के पहाड़ पर्वत पर ले आओ। ആ പർവ്വതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കതായ ഒരു ക്രമീകരണം, ജീവനുള്ള ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ തക്കതായ ഒരു ക്രമീകരണം അവിടെ ചെയ്യണം. और वहां पे हम सब मिलकर जो है जीवित परमेश्वर कौन है वो हमें स्थापना करना है। അത് രാജാവിന് ബോധ്യമായി ജനത്തോട് അറിയിച്ചു. പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും എല്ലാം पर्वत मुകളിൽ വിളിച്ച് കൂട്ടുവാനിടയായി. राजा को ये बात अच्छी लगी और उसने सारे लोगों को और बाल और अशरत के पुजारी देव नबियों को वहां पर इकट्ठा किया. ഏലിയാവ് വെച്ചതായ നിബന്ധന ഇതാണ്. और एलिया ने ये शर्त रखी, ഈ पर्वत മുകളിൽ കഴിക്കപ്പെടുവാൻ പോകുന്ന യാഗം അത് അവൻ ഏത് ദൈവമാണ് തീ കൊണ്ട് ഉത്തരമല്ലെന്നത് അതായിരിക്കും നമ്മുടെ ദൈവം. और एलिया ने कहा कि हम जो भेंट चढ़ाएंगे उस भेंट को कौन सा परमेश्वर आग के साथ उत्तर देगा वो जीवित परमेश्वर होगा. ബാലിന്റെ പ്രവാചകന്മാർക്കും അശേരാ പ്രതിഷ്ഠയുടെ പ്രവാചകന്മാർക്കും കൂടി വന്ന ജനത്തിനും ആ കാര്യങ്ങൾ ബോധ്യമാകുവാനിടയായി. और जो भी वहां पे दूसरे देवी देवताओं के पुजारी थे, लोग थे, सबको ये बात ठीक लगी. ഏലിയാവ് അവർക്ക് അവസരം കൊടുത്തു. നിങ്ങൾ അധികം ആളുകളുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് യാഗം കഴിച്ചുകൊള്ളുക എന്ന് അവർക്ക് അനുവാദം കൊടുക്കുവാനിടയായി. और एलिया ने कहा क्योंकि तुम ज्यादा लोग हो गिनती में, तुम पहले ये करो.
അങ്ങനെ അവർ യാഗത്തിനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പ്രവാചകന്മാർ ചെയ്യുവാനിടയായി. इसके लिए भेंट चढ़ाने के लिए जो भी तैयारी थी वो उन्होंने कर दी. അതിനുശേഷം അവർ യാഗമൃഗത്തെ ആമേൻ യാഗപീഠത്തിന്മേൽ വെച്ച് അവര് ബാലിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और जो बलि का जानवर था उसे काट कर भेंट उस वेदी के ऊपर चढ़ा दिया. ഉത്തരവരണമേ എന്നവർ രാവിലെ തുടങ്ങി ഉച്ചവരെയും ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനിടയായി. और उन्होंने सुबह से दोपहर तक जो है बाल का नाम लेकर जो है उत्तर की विनती की. അവർ സാധാരണ ചെയ്തു വരുന്നത് പോലെ യാഗപീഠത്തിന് ചുറ്റും അവർ തുള്ളിയും ചാടിയും ആമേൻ ശബ്ദമുണ്ടാക്കിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും ഒക്കെ അവർ ദൈവത്തോട് അല്ലെങ്കിൽ അവർ ദേവനോട് വിളിക്കുവാൻ അപേക്ഷിക്കുവാനിടയായി. और साधारण रूप से वो जैसे करते आ रहे हैं उस भेंट के आजू बाजू को नाचने लगे, चिल्लाने लगे, रोने लगे, अपने आप को जख्म लगाने लगे कि बाल जो है उत्तर दे दे. രാവിലെ തുടങ്ങി ഉച്ച കഴിയുന്നതുവരെയും യാഗത്തിന്റെ സമയം വരെയും അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. और सुबह से लेकर दोपहर तक जब तक भेंट का समय नहीं हो तब तक वो वैसे ही करते रहे. ആമേൻ. ബാലിന്റെ 450 പ്രവാചകന്മാരും അതുപോലെ തന്നെ അശേരാ പ്രതിഷ്ഠയുടെ 400 പ്രവാചകന്മാരും ചേർന്ന് കർമ്മേൽ പർവ്വതത്തിൽ ഒരു വലിയ ധ്യാനം നടത്തുകയാണ്, വലിയ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. और बाल के करीबन 450 और अशरत के करीबन 400 पुजारी जो है वहां पे बड़ी आराधना कर रहे हैं, कोशिश कर रहे हैं. അവരെല്ലാവരും ഒരു മനസ്സോടെ ബാലിനോട് പ്രാർത്ഥിക്കുകയാണ്. और पूरे मन से वो कर रहे हैं. ആമേൻ. അവരെല്ലാം തങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. और वो सब ने अपने अपने शरीर पर जख्म लगाया है. രക്തമൊലിപ്പിച്ച് അവർ വളരെ പീഡകൾ സഹിച്ചുകൊണ്ട് ബാലിനോട് അപേക്ഷിച്ചു. और खून बहाकर दर्द में वो बाल से विनती कर रहे हैं. എന്നിട്ടും അവർക്ക് ഉത്തരം ലഭിച്ചില്ല. फिर भी उन्हें उत्तर नहीं मिला. എന്നാൽ ഭോജനയാഗം കഴിക്കുന്ന സമയമായപ്പോൾ ഏലിയാവ് അടുത്തു വരുവാനിടയായി തീർന്നു. और जब जो है भेंट का समय हुआ तो एलिया जो है लोगों के पास आया. ഇനി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് ഏലിയാവ് അവരോട് അറിയിക്കുവാൻ. फिर एलिया ने कहा चलो अभी मेरी बारी है. അവനാദ്യമായി അവിടെ ഇടിഞ്ഞു കിടന്നായ യാഗപീഠമൊക്കെ പണിതെടുക്കുവാനിടയായി. और जो वेदी जो टूटी हुई थी उसको पहले मरम्मत की. ഗോത്രസംഖ്യയ്ക്ക് അനുസരിച്ച് 12 കല്ലുകൾ എടുത്ത് യാഗപീഠം പണിയുവാനിടയായി. और जितने गोत्र है उसके हिसाब से 12 पत्थर रखकर उसने वेदी को യാഗപീഠത്തിന് ചുറ്റും 2 സയ വിതയ്ക്കത്തക്ക മതിയായ വിസ്താരത്തിൽ ഒരു തോട് ഉണ്ടാക്കുവാനിടയായി. और उसपे जो है दो जो जितना खेत डाल सकते हैं उसके हिसाब से उसने जगह बनाया. വിറക് അതിന്റെ മേൽ എടുക്കുവാനിടയായി. और उसके ऊपर जो है लकड़ा रखा. ആമേൻ. യാഗപീഠത്തിന്റെ മേൽ വിറകടുക്കി ആമേൻ കാളയെ ഖണ്ഡഖണ്ഡമായി വിറകിന്മീതെ വയ്ക്കുവാനിടയായി. और उसके ऊपर लकड़ा रख देने के बाद जो है भेंट को जो है टुकड़े टुकड़े कर उसके ऊपर रख दिए. മാത്രമല്ല ആ യാഗമൃഗത്തിന്റെ മേൽ പീഠത്തിന്റെ മേൽ വെള്ളം ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു. 4 തൊട്ടികളിൽ വെള്ളം കോരി നിറച്ച് ഹോമയാഗത്തിൽ വിറകിന്മേലും ഒഴിപ്പാൻ തുടങ്ങി. और उसने जो है वो बलि के ऊपर जो है 4 बाल्टी पानी उसने डाल दिया. പല പ്രാവശ്യം അതങ്ങനെ ആവർത്തിക്കുവാനിടയായി. और वैसे उसने 3 बार किया. 1-ാം പ്രാവശ്യം, 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം ചെയ്തു. ആ വെള്ളം അവിടെ ആ തോട് മുഴുവൻ അല്ലെങ്കിൽ തോടിൽ നിറയത്തക്ക നിലയിൽ ആമേൻ വെള്ളം ഒഴിക്കുവാനിടയായി. ऐसे उसने 4 बाल्टी पानी जो है 3 बार डाला. जो जितना भी खड्डा बनाया था वो भरकर पानी बाहर बहने लगा. കാരണം ഇതെല്ലാം ഏലിയാവ് ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അതുവരെ ഉച്ച കഴിയുന്നതുവരെയും പ്രാർത്ഥിച്ച ബാൽ പ്രവാചകന്മാർ ശ്രദ്ധയോട് നോക്കി നിൽക്കുകയാണ്. क्योंकि ये सब एलिया करते वक्त अब तक प्रार्थना करने वाले बाल और अशरत के पुजारी जो है इसे बहुत ध्यान से देख रहे हैं. മാനുഷികമായി അവിശ്വസിക്കുവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ പഴുതുകളും ഏലിയാവിടെ അടയ്ക്കുകയാണ്. और मानसिक रूप से कोई भी शक ना करे इसके लिए सारे दरवाजे वो उसके लिए बंद कर रहा है. അതുകൊണ്ട് വിറകിന്റെ മുകളിൽ യാഗപീഠത്തിന്റെ മുകളിൽ ആമേൻ അതിന്റെ ചുറ്റുമെല്ലാം അവൻ വെള്ളം നിറച്ചത് അതുകൊണ്ടാണ്. इसके लिए उस लकड़े के ऊपर, वेदी के ऊपर और जो जानवर काट कर रखा था उसके ऊपर सब उसने पानी से उसे गीला कर दिया. കാരണം എത്രയും കഠിനമായ ഒരു പരീക്ഷണമാണ്. അപ്പോൾ അതിന് നടുവിൽ ജീവനുള്ള ദൈവം ആരെന്ന് വെളിപ്പെടണം. അതാണ് ഏലിയാവ് വെച്ചിരിക്കുന്ന ചലഞ്ച്. क्योंकि इतनी कठिन परीक्षा में उसका उत्तर भी वैसा है कि जीवित परमेश्वर कौन है. അതുകൊണ്ട് പരമാവധി ജനത്തിന് ആമേൻ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കത്തക്ക നിലയുള്ളതായ സാഹചര്യങ്ങൾ ഏലിയാവ് ഉണ്ടാക്കിയെടുക്കുവാനിടയായി. और लोग ये ऐसा सोचने लग गए अभी इसके ऊपर आग कैसे लगेगा, इतना गिल्ला हो गया. അവിശ്വസനീയമായ ആ സാഹചര്യം ഉണ്ടാക്കിയ ശേഷം और अविश्वसनीय होने वाले उस माहौल में അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. और फिर वो परमेश्वर से प्रार्थना करता है. നോക്കണമേ, ഇവിടെ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയാണ് കാണുവാൻ കഴിയുന്നത്. और आप एक छोटी प्रार्थना हम देख सकते हैं. പക്ഷേ ആ ചെറിയ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു വലിയ പ്രവൃത്തി ഏലിയാവ് ചെയ്തു. लेकिन उस छोटी प्रार्थना के पहले उसकी जो कार्य थे वो बहुत बड़ी थी. വലിയ പ്രാർത്ഥനയേക്കാൾ ആമേൻ വലിയ ഒരുക്കവും ചെറിയ പ്രാർത്ഥനയുമാണ്
ഉചിതമെന്ന് ഇവിടെ ഏലിയാവ് यहाँ തെളിയിക്കുവാനിടയാണ്. पे एलिया सबूत देता है कि बड़ी तैयारी और छोटी प्रार्थना उचित होती है। പലപ്പോഴും സംഭവിക്കുന്ന ദൈവജനത്തിന് സംഭവിക്കുന്ന ഒരു പരാജയം, परमेश्वर के लोगों की कई बार जो हार होती है वो ये है, പ്രാർത്ഥന പലപ്പോഴും വലുതായിരിക്കും, प्रार्थना लंबी होती है പക്ഷെ ഒരുക്കം ചെറുതായി. लेकिन इसके पीछे जो तैयारी है वो बहुत छोटी होती है, അതുകൊണ്ട് തന്നെ ദൈവപ്രവൃത്തി നടക്കാതെ പോകും. इसलिए परमेश्वर का कार्य प्रकट नहीं होता। എന്നാൽ ഏലിയാവ് ഇവിടെ ചെയ്തത് ഒരുക്കമാണ് വലുതായി ചെയ്യുവാനിടയായി. लेकिन यहाँ पे एलिया उल्टा करता है, वो तैयारी बड़ी करता है। മണിക്കൂറുകൾ അതിനുവേണ്ടി ഒരുപക്ഷെ അവൻ ചെലവിട്ട് കാണും. शायद से हो सकता है कुछ घंटे उसने उसके लिए गवा दिए हो, വ്യവസ്ഥ പ്രകാരം അവൻ ചെയ്തു, लेकिन सब व्यवस्था के अनुसार उसने रखा, ക്രമപ്രകാരം അവൻ सही क्रमांक ചെയ്യുവാനിടയായി. में हर एक चीज को किया। ഹല്ലേലൂയ. അതെല്ലാം ചെയ്ത ശേഷം वो सब करने के बाद ഒരു ചെറിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. और एक छोटी प्रार्थना उसने की, അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: और उसने इस तरह प्रार्थना की, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ए इब्राहिम, इसहाक और इस्राएल के परमेश्वर, ഇസ്രായേലിൽ നീ ദൈവമെന്നും इस्राएल में सिर्फ तू ही परमेश्वर ഞാൻ നിന്റെ और ദാസനെന്നും मैं तेरा दास हूँ, ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. और ये मैंने सब काम तेरे वचन पाकर ही किया है, इसका तू प्रकट कर। നോക്കണമേ, ആ ചെറിയ പ്രാർത്ഥനയിൽ താൻ ദൈവത്തോട് ആവശ്യപ്പെട്ടതായ, ദൈവം മുൻപിൽ വെച്ചതായ 3 ചലഞ്ചുകൾ. और उसने परमेश्वर के सामने 3 चुनौतियां रखी। ആമേൻ. കാരണം ഈ 3 വിഷയങ്ങളും ഇസ്രായേലിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. क्योंकि ये तीनों विषय के ऊपर लोग जो है उंगली उठा रहे हैं और शक कर रहे हैं। യഹോവയായ ദൈവം ദൈവമാണോ എന്നുള്ള ചോദ്യം അവിടെ ശേഷിക്കും. क्योंकि पहला प्रश्न ये था कि यहोवा परमेश्वर ही सच्चे में परमेश्वर है। ഏലിയാവ് ദൈവത്തിന്റെ ദാസനാണോ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണോ എന്നുള്ള ചോദ്യം അവിടെ और ഉയരുന്നുണ്ട്. दूसरा क्या, ये एलिया सच्ची में परमेश्वर का दास है? 3, താൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആമേൻ ദൈവത്തിന് ഹിതകരമാണോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. और बाकी ये एलिया जो कुछ भी कर रहा है, क्या परमेश्वर उस पे खुश है? ഹല്ലേലൂയ. എന്നാൽ ഈ 3 ചോദ്യങ്ങൾക്കും ഒരൊറ്റ മറുപടിയിലൂടെ ദൈവം വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഉത്തരമരുളുവാനിടയായി. लेकिन ये तीनों का उत्तर परमेश्वर ने एक ही कार्य में उत्तर दिया। നമുക്കറിയാം, ഏലിയ വെച്ച കണ്ടീഷൻ ഇതാണ്: തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ജീവിക്കുന്ന ദൈവം. एलिया ने शर्त ये रखा था कि जो परमेश्वर आंख से उत्तर देगा वही सच्चा परमेश्वर है। അവിടെ നാം വായിക്കുന്നു, യഹോവയായ ദൈവം തീ ഇറക്കി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു എന്ന് അവിടെ വായിക്കുന്നു. और वहां पर लिखा है, तब यहोवा का आग आकाश से प्रकट हुई और होमी बलि के लकड़ी और पत्थरों और धूलि समेत भस्म कर दिया और गड्ढे का जो जल था उसे भी सुखा दिया। ജനമെല്ലാം അത് കണ്ടിട്ട് കമന്നു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് വിളിച്ച് പറയുവാനിടയായി. ये देखकर लोग जो है अपने गिर गए नीचे और कहा कि यहोवा ही परमेश्वर है, यहोवा ही परमेश्वर है। നോക്കണം, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ്, അഥവാ പ്രാർത്ഥിച്ചുടനെ ലഭിച്ചതായ മറുപടിയാണ്. यहाँ पे हम देख सकते हैं कि परमेश्वर का उत्तर तुरंत मिला उसे। നമ്മുടെ പ്രാർത്ഥനയുടെ 3 പ്രകൃതങ്ങൾ അല്ലെങ്കിൽ നേച്ചറുകളാണ് നമുക്ക് ഈ 3 ഏലിയാവ് കഴിച്ച 3 പ്രാർത്ഥനകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. और एलिया ने जो 3 प्रार्थना यहाँ पे दी, हमारे प्रार्थना का गुण के बारे में बताता है। ഒന്ന്, പ്രാർത്ഥിച്ചാൽ ഉടൻ മറുപടി ലഭിക്കുവാനിടയായി. एक ये है, प्रार्थना करने पर तुरंत उत्तर मिल सकता है। അതിനൊരു ഉദാഹരണമാണ് ഈ ഏലിയാവിന്റെ ഈ പ്രാർത്ഥന. ये इसका एक उदाहरण है। ये അതിനുവേണ്ടി അവൻ തയ്യാറായി, उसके लिए वो तैयार हुआ സമയങ്ങളെടുത്ത് അവൻ അതിനെ ഒരുക്കി, और समय लेकर उसने तैयारी की കൃത്യമായ ഒരു ചെറിയ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു. और एक स्पष्ट छोटी सी प्रार्थना उसने की। കുറേയേറെ വാക്കുകളുടെ പകിട കളി കൊണ്ടല്ല മറുപടി ലഭിക്കുന്നത്. उसने बहुत सारे वचनों का, अल्फाजों का उपयोग कर नहीं उसने വളരെ प्रार्थना की। സാഹിത്യപരമായി അവൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിലല്ല മറുപടി ലഭിക്കുന്നത്. और बहुत ही हम अच्छे अच्छे शब्द उपयोग करते हैं, इसके लिए उत्तर नहीं मिलता। മറ്റുള്ളവർക്ക് ആകർഷണീയത തോന്നുമാറുള്ള പ്രാർത്ഥനയിലല്ല ദൈവം മറുപടി നൽകുന്നത്. अरे दूसरों लोग को मेरी प्रार्थना पसंद है, ऐसे प्रार्थना पर परमेश्वर उत्तर नहीं देता। ദൈവഹിതപ്രകാരമുള്ള ഒരുക്കം ചെയ്ത ശേഷം കൃത്യമായി പ്രാർത്ഥിക്കുന്ന ചുരുങ്ങിയ പ്രാർത്ഥനയാണെങ്കിലും ദൈവത്തിന്റെ മറുപടി അവിടെ ലഭിക്കുവാനിടയാണ്. लेकिन सारी तैयारी कर उसके बाद अगर वो प्रार्थना भले ही छोटी हो,
परमेश्वर का उत्तर जरूर मिलता है। ഇവിടെ ഒരൊറ്റ മറുപടിയിലൂടെ മൂന്ന് കാര്യങ്ങൾക്ക് അവിടെ ക്രമീകരണം ഉണ്ടാവുകയാണ്. यहाँ पे एक ही उत्तर से वो तीनों विषय के ऊपर उत्तर मिलता ഒന്ന് है। ജനം വിളിച്ചു പറഞ്ഞു, യഹോവയായ ദൈവമാണ് ജീവിക്കുന്ന ദൈവം. ये देखकर लोगों ने कहा परमेश्वर ही यहोवा है। രണ്ട്, ജനം അംഗീകരിച്ചു ഏലിയാവ് ജീവനുള്ള ദൈവത്തിന്റെ और പ്രവാചകനാണ്. लोगों ने मान लिया कि एलिया ही सच्चे परमेश्वर का भक्त है। മൂന്ന്, ജനം അംഗീകരിച്ചു ഏലിയാവ് ചെയ്തതെല്ലാം ദൈവിക വ്യവസ്ഥ പ്രകാരമാണ് और ചെയ്തത്. तीसरा, लोगों ने ये भी मान लिया कि एलिया ने ये जो कुछ भी किया परमेश्वर से वचन पाकर ही किया है। ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കേവലം അത് നമുക്ക് മാത്രമല്ല, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും സാക്ഷ്യമാകത്തക്ക നിലയിൽ, ബോധ്യപ്പെടത്തക്ക നിലയിൽ ദൈവം തന്റെ പ്രവൃത്തി അയക്കുവാനിടയാണ്. इसके लिए जब हमें हमारे प्रार्थना का उत्तर मिले तो हम सिर्फ हमारे लिए ही नहीं, जो हमें देख रहे, जो हमें सुन रहे हैं, उनके लिए भी एक गवाही का कारण बने। ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന നിലയിൽ വ്യവസ്ഥ പ്രകാരമുള്ള ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. और अगर ऐसा होना है तो परमेश्वर की जो व्यवस्था है, जो वचन है, उसके हिसाब से प्रार्थना के लिए हम तैयार हो ചില जाए। വിഷയങ്ങൾ ദൈവം വേഗത്തിൽ മറുപടി നൽകുവാനിടയാണ്. कुछ विषय के ऊपर परमेश्वर तुरंत उत्तर देगा। എന്നാൽ ഇതേ ഏലിയാവ് കഴിച്ച രണ്ടാമത്തെ പ്രാർത്ഥന 18-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. लेकिन यही एलिया जो है दूसरी एक प्रार्थना करता है, उसके 18 के 42 से हम देख सकते हैं। ഈ പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞ് ബാലിന്റെ പ്രവാചകന്മാരെയും അശേരാ പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരെയും വെട്ടി കൊന്നുകളഞ്ഞു. കീശോൻ തോട്ടിനരികെ കൊണ്ടുപോയി അവരെ വെട്ടി കൊല്ലുവാനിടയായി. और इसके बाद जो है बाल और अशेरात के जो भी पुजारी नबिया थे उनको काटकर मार दिया। അതിനുശേഷം ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. उसके बाद एलिया ने राजा अहाब से कहा है, तू जाकर खा पी ले क्योंकि एक बड़े बारिश आने वाली है। കഴിഞ്ഞ 3.5 വർഷമായി മഴ പെയ്തിട്ടില്ല. करीबन 3.5 साल से बारिश नहीं हुआ है। ദേശത്തെല്ലാം വലിയ ക്ഷാമമുണ്ട്. सारे देश में अकाल फैला है। ആമേൻ. തന്റെ വാഹന മൃഗങ്ങൾക്ക്, കഴുതകൾക്കും തന്റെ മൃഗങ്ങൾക്കും കുതിരകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പുല്ല് കൊടുക്കേണ്ടതിന് വേണ്ടി ദേശത്തിൽ ഒക്കെ തേടി നടക്കുന്ന ഒരു സമയമാണ്. और उनके जो घोड़े हैं, जो गधे हैं, उन सबको, जानवरों को घास चराने के लिए सारे देश में लोगों को भेजा है घास ढूंढने के लिए। എന്നാൽ ഏലിയാവ് പറഞ്ഞു, കഴിഞ്ഞ 3.5 വർഷമായി നിന്നിരിക്കുന്ന മഴ ഇതാ പെയ്യുവാൻ പോവുകയാണ്. देखो, पिछले 3.5 साल से जो बारिश थमी है अभी वो बहने वाली है, अभी बरसने वाली है। മഴയുടെ മുഴക്കമുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. और एक बड़े बारिश की गरजाहट सुनाई दे रही എന്നാൽ ആ है। സമയം വരെ മഴയുടെ ലക്ഷണം ഒന്നും തന്നെ കാണുവാനില്ല. लेकिन अब ऊपर देखने पर बारिश का कोई भी सबूत नहीं दिख रहा। പക്ഷേ വിശ്വാസത്തോടെ അവൻ പറഞ്ഞു, लेकिन विश्वास के साथ उसने कहा മഴ പെയ്യുവാൻ एक പോവുകയാണ്. भारी वर्षा बारिश होने वाली है। ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ മലമുകളിലേക്ക് കയറിപ്പോയി. आहाब खाने पीने के लिए पहाड़ के ऊपर चला गया। ഏലിയാവ് കർമ്മേൽ പർവ്വത മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം താഴെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और एलिया जो है अपने घुटनों पर बैठकर, घुटनों के बीच में सर रखकर प्रार्थना करने लगा। രണ്ടാമത്തെ അവന്റെ പ്രാർത്ഥന. और ये उसकी दूसरी प्रार्थना है। ഈ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ये बारिश के लिए वो प्रार्थना कर रहा है। കാരണം അവൻ ആഹാബിനോട് പറഞ്ഞു, മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और वो आहाब को बोला कि बड़े बारिश की जो है गरजने की आवाज सुनाई दे रही है, और वो उसके लिए प्रार्थना करने चला അപ്പോൾ गया। ഈ പ്രാർത്ഥന ഒരു ശ്രമകരമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. अभी ये देखो, ये प्रार्थना बहुत ही मुश्किल, बहुत ही मेहनत वाली प्रार्थना लग रही है। ആദ്യത്തെ പ്രാർത്ഥന വളരെ ചുരുങ്ങിയതായിരുന്നു, ഷോർട്ട് ആയിരുന്നു, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറുപടി അത് ലഭിക്കുകയും ചെയ്തു. पहले वाली प्रार्थना बहुत ही छोटी थी और उसका उत्तर तुरंत मिल गया। എന്നാൽ ഇവിടെ ഏലിയാവ് രണ്ടാമത്തെ പ്രാർത്ഥന എത്ര സമയമെടുത്തു എന്നവിടെ പറയുന്നില്ല, പക്ഷെ ദീർഘമായ ഒരു പ്രാർത്ഥനയായിരുന്നു. और लेकिन दूसरी प्रार्थना कितना समय लिया नहीं बता रहा, लेकिन बहुत ही लंबी प्रार्थना। നിലത്ത് കുനിഞ്ഞ് മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ടിരുന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇരിപ്പെന്ന് പറയുന്നത് ശരീരശാസ്ത്രം അനുസരിച്ച് തന്നെ വളരെ വളരെ ബന്ധപ്പാടുള്ളതായ ഒന്നാണ്. और घुटनों पे बैठकर, सर घुटनों के बीच में रखकर प्रार्थना करना मतलब बहुत ही मुश्किल वाली प्रार्थना, വളരെ ശ്രമകരമായ ഒരു और പ്രാർത്ഥനയാണ്. बहुत ही मेहनत उसके पीछे चाहिए। തന്റെ ദാസനെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക,
ആമേൻ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और वो अपने सेवक से कहा कि जा समुद्र की ओर देखकर बता मुझे। അവൻ പോയി നോക്കി വന്ന് പറഞ്ഞു, അല്ലയോ യജമാനെ, മഴയുടെ യാതൊരു ലക്ഷണവും तो കാണുന്നില്ല. सेवक जाकर लौट कर कहा कि अरे मुझे बारिश की कोई सबूत नहीं दिख रहा। അവൻ വീണ്ടും പ്രാർത്ഥിക്കുവാൻ तो തുടങ്ങി. वो वापस प्रार्थना करने लगा। വീണ്ടും ബാല്യക്കാരനോട് പറഞ്ഞു, वापस जाकर सेवक को നീ कहा പോയി ആമേൻ നോക്കുക, കടലിന് നേരെ നോക്കുക. तू जाकर देख के आ। നോക്കൂ, അങ്ങനെ 1, 2, 3, 7 പ്രാവശ്യം ഏലിയാവ് പ്രാർത്ഥിക്കുവാനിടയായി. ऐसे 1, 2, 3, 7 बार एलिया ने ऐसे प्रार्थना की। ഓരോ പ്രാവശ്യവും ബാല്യക്കാരൻ പോയി നോക്കി മടങ്ങി വന്ന് മറുപടി കൊടുക്കുന്നത് ആമേൻ അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് താൻ കൊടുത്തുകൊണ്ടിരുന്നത്. और ये 6 बार भी जो जाके आया उसने नेगेटिव रिपोर्ट दिया एलिया को। കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് ഒരൊറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയതായി ഏലിയാവ്. और कुछ घंटों ही पहले एक छोटे से प्रार्थना में स्वर्ग से आग उतारने वाला एलिया। ഇവിടെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടും यहाँ पे മറുപടിയില്ലാത്തൊരന്തരീക്ഷം. बहुत घंटों से प्रार्थना करने के बाद भी उत्तर नहीं मिला। എങ്കിലും ഏലിയാവ് തളർന്നു പോയില്ല. लेकिन फिर भी एलिया ने हार नहीं मानी। എങ്കിലും ഏലിയാവ് തന്റെ വിശ്വാസം കൈവിട്ടില്ല. उसने अपने विश्वास को जाने नहीं दिया। നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെങ്കിലും वो भले हमारी तरह एक मनुष्य था, അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ वो തുടങ്ങി. विश्वास के साथ प्रार्थना करने लगा ശ്രമകരമായ പ്രാർത്ഥന, और बहुत ही मेहनत भरी വളരെ प्रार्थना, ബദ്ധപ്പാടോടുകൂടെ പ്രാർത്ഥന, बहुत मुश्किल भरी प्रार्थना, വളരെ പ്രയാസത്തോടെ അവൻ बहुत പ്രാർത്ഥിക്കുവാൻ ही कष्ट उठाने वाली प्रार्थना। ദൈവാശ്രയം ഉള്ള ഏലിയാവിന് 6 പ്രാവശ്യം മറുപടി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും 7ാമത്തെ പ്രാവശ്യം അവന് മറുപടി ലഭിക്കുവാനിടയായി. और परमेश्वर पर भरोसा रखने वाले एलिया भले 6 बार उसको उत्तर नहीं मिला, लेकिन 7वें बार परमेश्वर का उत्तर उसने देखा। അത് വലിയ മറുപടിയായിട്ടൊന്നുമല്ല അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. और वो उत्तर बड़े रूप में नहीं आया, वैसे नहीं आया। 7ാം പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നു, ആകാശത്ത് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. और वो सेवक कहता है कि आकाश में मनुष्य के हाथ के इतना जैसे होने वाला एक छोटा सा बादल दिख रहा है। നോക്കണമേ, ആകാശം മുഴുവൻ മേഘം കൊണ്ട് നിറയണമെന്നില്ല പ്രാർത്ഥിക്കുന്ന ദൈവാശ്രയമുള്ള ഒരു മനുഷ്യന്. और परमेश्वर प्रार्थना करने वाले इंसान के लिए बादल आकाश पूरा बादलों से भरना जरूरी नहीं है। ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവാശ്രയമുള്ള മനുഷ്യന് ഒരു ചെറിയ കൈ പോലെ മാത്രമുള്ള മേഘമാണുള്ളതെങ്കിലും അവനറിയാം അതിൽ ഭൂമിയെ മുഴുവൻ നനയ്ക്കുവാനുള്ള വെള്ളം ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതവനറിയാം. और उसे पता है कि अगर एक मनुष्य के हाथ से जैसे एक छोटा सा बादल भी आ गया, वो भी सारे भूमि पर बाढ़ ला सकता है। കഴിഞ്ഞ 3.5 വർഷമായി ദേശത്ത് മഴ കണ്ടിട്ട്, और 3.5 साल हो गए बारिश देखकर, ആമേൻ, ഈ ദേശം മുഴുവൻ വരണ്ടു കിടക്കുകയാണ്. और सारा देश अकाल में पड़ा सूख गया है। എന്നാൽ ഏലിയാവിനറിയാം 3.5 വർഷത്തെ വരൾച്ച മാറ്റുവാൻ യഹോവയായ ദൈവത്തിന് മനുഷ്യന്റെ കൈ പോലെയുള്ളതായ ആ ചെറിയ മേഘത്തിലൂടെ കഴിയും എന്ന് ഏലിയാവ് വിശ്വസിക്കുവാനാണ്. लेकिन एलिया को विश्वास था कि वो एक छोटा सा हाथ जैसा बादल जो है सारे धरती की अकाल हटा सकता है। ആ അടയാളം കണ്ട ഏലിയാവ് തന്റെ പ്രാർത്ഥന നിർത്തി. और वो सबूत देखने के बाद एलिया ने अपनी प्रार्थना बंद कर दी। അത് വലുതായി വരട്ടെ, മേഘം മുഴുവൻ നിറയട്ടെ എന്നൊന്നും അവൻ കാത്തിരുന്നില്ല. अरे वो बढ़ने दो, पूरे बादलों से भरने दो, उसके लिए एलिया रुका नहीं। അവന് മനസ്സിലായി, എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിരിക്കുന്നു. उसे समझ गया कि मेरी प्रार्थना स्वर्ग में पहुंच चुकी എന്റെ है പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗം തുറന്നിരിക്കുന്നു. और मेरे प्रार्थना के उत्तर में स्वर्ग खुल गया है ആകാശം മേഘം കൊണ്ട് നിറയുകയാണ്. और सारा आकाश जो है बादलों से भर गया है മഴയ്ക്കായുള്ള ക്രമീകരണങ്ങളായി കഴിഞ്ഞു. और बारिश की तैयारी हो गई അവൻ है। ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിപ്പാൻ രഥം പൂട്ടി വേഗത്തിൽ ഇസ്രായേലിലേക്ക് പോയി. और वो राजा को कहा कि बारिश तेरा रास्ता ना रोके, इसके लिए तुरंत अपना रथ लेकर भाग जा। കാരണം അവനറിയാം, ഇവൻ ആമൻ ഇസ്രായേലിൽ എത്തുന്നതിന് മുൻപ്, അഥവാ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുൻപ് ആമൻ മഴ പെയ്യുവാനിടയായി തീരും. क्योंकि उसे पता था कि वो अपने महल में पहुंचने के पहले बारिश हो सकता है, കാരണം അവന്റെ വിശ്വാസം അത്രമാത്രം വലുതാണ്. क्योंकि उसका विश्वास उतना बड़ा था। ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഹാബ് രഥം പൂട്ടി ഇസ്രായേൽ കൊട്ടാരത്തിലേക്ക് പോയി. ഏലിയാവ് അവന്റെ രഥത്തിന് മുൻപിൽ ദൈവാത്മാവ് അവനെ ശക്തീകരിച്ച് ആമൻ ആഹാബിന്റെ രഥത്തിന് മുൻപിൽ അവൻ ഓടുവാനിടയായി തീർന്നു. और भले आहाब रथ में था, लेकिन परमेश्वर के शक्ति के द्वारा एलिया रथ के आगे भागने लगा। നാളുകളായി അടഞ്ഞു കിടന്ന ആകാശ മണ്ഡലങ്ങൾ തുറന്നു, മേഘങ്ങൾ തുറന്നു, ഭൂമിയിൽ മഴ പെയ്തു, ധാന്യങ്ങൾ വിളയുവാൻ തുടങ്ങി. और सालों से बंद होने वाली वर्षा जो है बहुत ही बड़े रूप से बरसी
और भूमि फलवंत हो गई। രണ്ടാമത്തെ പ്രാർത്ഥന നാം ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. दूसरे प्रार्थना भी हमने देखा ഏലിയാവ് കഴിച്ച മൂന്നാമത്തെ ഒരു പ്രാർത്ഥന 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. और एलिया की तीसरी प्रार्थना अध्याय 19 में लिखा है। 19-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലാണ് ആ പ്രാർത്ഥന उसके പറയുന്നത്. 3 और 4 में उसका उत्तर है। അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബർശേബയിൽ ചെന്നു. അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചിട തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. और ये देख एलिया अपना प्राण लेकर भागा और यहूदा के बेरबशा के पहुंचकर अपने सेवक को वही छोड़ दिया और आप जंगल में एक दिन के मार्ग पर जाकर एक भाव के पेड़ के तले बैठ गया। वहां उसने यह कहकर अपनी मृत्यु मांगी कि यहोवा बस है, अब मेरा प्राण ले ले, क्योंकि मैं अपने पूर्वजों से अच्छा नहीं हूँ। ഈ പ്രാർത്ഥനയ്ക്കുള്ള കാരണം നമുക്കറിയാം. 19-ാം അധ്യായത്തിന്റെ പ്രാരംഭഭാഗത്ത് കാണുന്നു. ഏലിയാവ് കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ആഹാബ് ഇസബേലിനോട് പറയുവാനിടയായി. ये प्रार्थना के पीछे कारण हमें पता है। पिछले दिनों में एलिया ने जो कुछ भी बड़े कार्य किए, ये सब राजा अहाब ने जाकर अपने पत्नी रानी येसेबेल को बताया। നാളുകളായി അവൾ തീറ്റിപ്പോറ്റിയിരുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ വാർത്ത ആമേൻ ഇസബേലിന് വലിയ വേദനയുളവാക്കുവാനിടയായി. और सालों से खिलाने पिलाने वाले अपने पुजारी और नबियों की मृत्यु जानकर उसे गुस्सा आया। അവൻ ദൂതനെ അയച്ചിട്ട് അവൾ ഇപ്രകാരം ഏലിയാവിനോട് പറയിച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കും എന്ന് പറയുവാനിടയായി. और उसने एक दूत भेजकर ये बताया एलिया को कि कल सुबह तक मैं तुझे भी उन जो मरे हुए नबियों की तरह बना दूंगा। കഴിഞ്ഞ ദിവസം നീ കർമ്മേൽ പർവ്വതത്തിൽ കൊന്നൊടുക്കിയ പ്രവാചകന്മാർക്ക് തുല്യമായി നിന്നെയും അടുത്ത ദിവസം തീർക്കുവാനിടയായി. और जो भी तूने कल मेरे पुजारियों के साथ किया, कल मैं तेरे साथ वही करूंगी। ഈ വാക്കുകൾ ഏലിയാവിനെ വളരെ ഭയപ്പെടുത്തുവാനിടയായി. और ये चीजों ने एलिया को डरा दिया। മക്കളമേ, കഴിഞ്ഞ ദിവസം ഭയമില്ലാതെ ധൈര്യത്തോടെ ധീരതയോടെ നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ച ഏലിയാവ്, പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ച ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്കുകളുടെ മുൻപിൽ ഭയപ്പെടുവാനിടയായി. और पिछले दिन प्रार्थना कर कर स्वर्ग से आग निकालने वाला और परमेश्वर से प्रार्थना कर कर विश्वास के द्वारा बारिश के लिए रुकने वाला एलिया एक औरत की आवाज सुनकर डर गया। ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ഭയപ്പെടുകയാണ്. वो भी एक साधारण इंसान की तरह डर गया। അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ദേശം വിട്ട് ഓടുവാൻ തയ്യാറായി. अरे क्या करना चाहिए वो ना समझकर वो देश छोड़कर भाग गया। ജീവരക്ഷയ്ക്കായി ഓടുന്ന ഏലിയാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ और കഴിയും. जीवन की रक्षा के लिए भागने वाले एलिया को हम देखते हैं। ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയ, കണ്ടറിഞ്ഞ, അടുത്ത് മനസ്സിലാക്കിയ ദൈവദാസൻ ഇതാ ജീവരക്ഷയ്ക്കായി ഓടുന്നു. परमेश्वर की शक्ति को करीबी से देखने वाला परमेश्वर का भक्त जीवन के डर प्राण भय से भाग रहा है। കൂടെ പോയ ബാല്യക്കാരനെ ബർശേബയിലാക്കി വീണ്ടും താൻ ഒരു ദിവസം കൂടെ യാത്ര ചെയ്ത് ഏതാണ്ട് 20ഓളം മൈൽ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഒരു ചൂരച്ചിട തണലിൽ താൻ ചെന്നിരിക്കുകയാണ്. और अपने सेवक को बेरशबा में छोड़कर जो है आगे और रेगिस्तान में करीबन 20 मील चलकर एक पेड़ के नीचे वो बैठ അവൻ जाता അവിടെ है ഇരുന്നിട്ട് മരിപ്പാൻ അവനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. और उसके नीचे बैठकर मृत्यु की तैयारी कर रहा है। അവൻ അവിടെ കഴിക്കുന്ന പ്രാർത്ഥന വളരെ പരിതാപകരമായ ഒരു അരിഷ്ടന്റെ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. और वहां पर उसने जो प्रार्थना की है एक अधर्मी व्यक्ति की तरह एक प्रार्थना करता है। ദേശം മുഴുവൻ ഇളകിയിട്ടും ധീരതയോടെ നിന്നതായ മനുഷ്യൻ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുൻപിൽ മരണത്തിന് വേണ്ടി കൊതിക്കുന്നു. सारे देश के सामने धीरज के साथ खड़े रहने वाला एलिया एक औरत की आवाज सुनकर डर गया। അവൻ ആമേൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. वो परमेश्वर से प्रार्थना करता है कि मेरे प्राण को ले ले, ഹല്ലേലൂയ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. क्योंकि मैं अपने पुरखों से अच्छा नहीं हूँ। ഹല്ലേലൂയ. അവന്റെ ജീവന് നേരിട്ടതായ ഭീഷണ മുൻപിൽ തളർന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ और കഴിയും. अपने जीवन प्राण के खिलाफ आने वाले चुनौती के सामने डरने वाला एलिया അവൻ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച് ആ തണലിൽ കിടന്ന് ഉറങ്ങുവാനിടയായി. वो परमेश्वर से प्रार्थना कर कर उसी छाव में सो गया। അവിടെ വായിക്കുന്നത് उधर पढ़ता है, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയല്ല ചെയ്തത്. हम आगे पढ़ते हैं कि परमेश्वर ने इसका उत्तर नहीं, इस प्रार्थना का उत्तर नहीं दिया, മറിച്ച് ദൈവ ദൂതനെ വേഗത്തിൽ ഏലിയാവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ് ചെയ്തത്. लेकिन परमेश्वर ने अपने स्वर्गीय दूत को उसके पास भेजा। ഹല്ലേലൂയ. हालेलुया। ദൂതൻ കടന്നു വന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തി. और स्वर्गीय दूत आकर एलिया को नींद से जगाया। കനലിന്മേൽ ചുട്ട അടയും തുരുത്തി വെള്ളവും അവന്റെ തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടവൻ
എഴുന്നേറ്റ് തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങുവാനിടയായി. और उसके सर के सामने, सर के पास उसने देखा कि पत्थरों पर पकाई हुई रोटी और पानी देखा, वो उसने खा पी कर फिर से लेट गया। രണ്ടാം പ്രാവശ്യവും ദൂതൻ വന്നവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. दूसरी बार भी यहोवा का दूत आकर उसे जगाया എഴുന്നേറ്റ് തിന്നുക, ദൂരയാത്ര നിനക്ക് ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. और उसको कहा कि उठकर खा ले क्योंकि तुझे लंबा सफर करना അവിടെ है। നാം വായിക്കുന്നത് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടക്കുവാനിടയായതാണ്. और उस खाने के बल में वो 40 दिन रात चलकर परमेश्वर की पर्वत पर पहुंचा। നോക്കൂ, ഇവിടെ ദൈവത്തിന്റെ മറുപടിക്ക് പകരം അഥവാ മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചതായ ഏലിയാവിന് മരണത്താൽ അവനെ എടുക്കുവാനല്ല ദൈവം പദ്ധതിയിട്ടത്, മറിച്ച് ആമേൻ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരു ഒരുക്കമാണ് അവന് കൊടുക്കുവാനിടയായത്. लेकिन यहाँ पे मृत्यु के लिए प्रार्थना करने वाले एलिया को परमेश्वर ने मृत्यु का उत्तर नहीं दिया, लेकिन उसे एक लंबे सफर के लिए वापस तैयार कर। ദൂതനെയാണ് അവിടെ ദൈവം വേഗത്തിൽ അയച്ചത്. परमेश्वर ने अपने दूत को भेजा। ആമേൻ. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ यहाँ पे हम ध्यान देते हो तो എന്തുകൊണ്ടാണ് ഏലിയാവിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കാതിരുന്നത്? परमेश्वर ने इसका उत्तर क्यों नहीं दिया? ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഏലിയാവിനെ കുറിച്ചുണ്ടായിരുന്നു. एलिया की जो प्रार्थना थी उसके विरुद्ध परमेश्वर का एक मकसद एलिया के बारे में था। മരിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചത്, उसने भले ही प्रार्थना मृत्यु के लिए की, പക്ഷെ ദൈവത്തെ അതിനേക്കാൾ വലിയ ഒന്ന് ചെയ്യുവാൻ അവനിലൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ മരിക്കുവാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, മരണം കാണാതെ അവനെ എടുക്കുവാൻ ദൈവത്തിന് ഹിതമായി. लेकिन एलिया के द्वारा परमेश्वर उससे बड़ा कुछ मकसद कराना चाहता था, इसके लिए उसको मृत्यु दिखाकर, बिना दिखाकर उसे उस स्वर्ग में उठा लेना चाहता था। इसलिए മരിക്കുവാനാണ് അവൻ പ്രാർത്ഥിച്ചതെങ്കിൽ भले उसकी प्रार्थना मृत्यु के लिए മരണം थी, കാണാതെ എടുക്കുവാനാണ് ദൈവത്തിന് ഹിതമായത്. लेकिन बिना उसे मृत्यु दिखाए उसे स्वर्ग में उठाने का प्लान था അത് परमेश्वर का। മാത്രമല്ല, അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തിന് ചില അഭിഷക്ത ശുശ്രൂഷകൾ ചെയ്യിക്കുവാൻ ഏലിയാവിലൂടെ ഉണ്ടായിരുന്നു. लेकिन एलिया द्वारा परमेश्वर कुछ सेवकाइया और उससे द्वारा कराना चाहता था। 20-ാം അധ്യായത്തിന്റെ 15-16 ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ചില രാജാക്കന്മാരെയും പ്രവാചകരെയും അവൻ അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. और हम आगे देख सकते हैं कि वो कई राजाओं को जो है अभिषिक्त करता है राजा होने के लिए। അവൻ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. उसने हसायल को अराम का राजा बनाया യേഹൂവിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. और येहू को इस्राएल का राजा बनाया। ആമേൻ. ഏലീശയെ തനിക്ക് പിൻഗാമിയായ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു. और एलीशा को जो है अपने बाद नबी बनने के लिए अभिषिक्त किया। നോക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട ചില പിൻഗാമികളെ അഭിഷേകം ചെയ്യുവാനുള്ള ഒരു വലിയ ദൗത്യം ഏലിയാവിൻ ദൈവം വച്ചിട്ടുണ്ടായിരുന്നു. और उसके बाद जो है संभालने के लिए अभिषेक लोगों को अभिषिक्त करने लगा। ആ ദൈവിക പദ്ധതി ചെയ്തെടുക്കുന്നതിന് മുൻപാണ് അവൻ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചത്. और वो करने के पहले उसने मृत्यु की इच्छा रखी। ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ മരണം കാണാതെ എടുക്കുവാനുള്ള പദ്ധതിയാണ് ഏലിയാവിനെ കുറിച്ച് ദൈവം തയ്യാറാക്കിയിരുന്നത്. लेकिन परमेश्वर ने एलिया के बारे में तैयारी रखी कि वो बिना मृत्यु देखे स्वर्ग में उठा लिया जाए। കുറെ പ്രവാചക ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനുള്ള ഒരു വലിയ കാര്യപരിപാടി ഏലിയാവിനുണ്ടായിരുന്നു. और कई सारे भविष्यवक्ताओं के सेवकों को तैयार करने के लिए मकसद परमेश्वर ने एलिया के बारे में रखा। ശുശ്രൂഷകൾ തീരുന്നതിന് മുൻപേ, ദൈവിക കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുൻപേ മരണത്തിന് വേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥന മനസ്സോടെ സ്വർഗം തള്ളിക്കളയുകയാണ് ചെയ്തത്. और अपनी सेवकाइयों को पूरी करने के पहले मृत्यु की इच्छा रखने वाली एलिया की प्रार्थना को परमेश्वर ने ठुकरा दिया। ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, वचन से हमें ये सच्चाई समझ में आती है। പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പ്ലാനുകൾക്കനുസരിച്ചല്ല, ദൈവം തന്റെ പദ്ധതിക്കനുസരിച്ചാണ് കാര്യങ്ങൾ തിരിച്ചുവിടുവാനിടയാകുന്നത്. कई बार हमारे प्रार्थना के हिसाब से, हमारे मकसद के हिसाब से या हमारे प्लान के हिसाब से नहीं, परमेश्वर अपनी इच्छा के अनुसार ये चीजों को करता है। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ലഭിച്ചതിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരുന്നതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാണ്. कई बार हमें प्रार्थना का उत्तर मिलता है, इसके लिए तो भले ही धन्यवाद करें, लेकिन
कुछ कुछ प्रार्थना का उत्तर नहीं मिला, उसके लिए भी हम धन्यवाद നമ്മുടെ करें। വേദനയുടെയും കഷ്ടതയുടെയും ഒക്കെ നടുവിൽ പലതും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. हमारे दर्द और कष्ट में कई बार हमने बहुत कुछ प्रभु से प्रार्थना की है, നമ്മുടെ സങ്കടത്തിന്റെ നാളുകളിൽ പലതും ദൈവത്തോട് നാം പിറുപിറുത്തിട്ടുണ്ട്. और हमारे दुख के समय कई चीजों के ऊपर हमने बगावत की है। എന്നാൽ അവയ്ക്ക് മറുപടി നൽകാതെ മറ്റൊന്ന് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുവാൻ लेकिन हमारे ഇടയായി. प्रार्थना के अनुसार उत्तर ना देकर प्रभु ने और बेहतर किया, इसके लिए हम धन्यवाद करें। ഹല്ലേലൂയ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കല്ല ദൈവം മറുപടി നൽകിയത്, മറിച്ച് ദൈവത്തിന്റെ കാര്യപരിപാടി അവനിൽ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. एलिया की प्रार्थना का उत्तर नहीं, लेकिन परमेश्वर का जो मकसद था उसको पूर्ण करने के लिए परमेश्वर ने उत्तर दिया। അതുകൊണ്ടാണ് ദൈവഭക്തനായ യാക്കോബ് വിളിച്ചു പറഞ്ഞത്, അതെ ഈ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ളതായ ഒരു മനുഷ്യൻ. इसके लिए याकूब कहता है कि एलिया भी हमारी तरह एक साधारण इंसान था। Praise the Lord. हालेलुया। ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനകളുടെ 3 മണ്ഡലങ്ങളാണ് നമുക്ക് കാണുവാൻ और കഴിയുന്നത്. प्रार्थनाओं के 3 मंडल हमने देख लिए। ഒന്ന് വേഗത്തിൽ മറുപടി ലഭിച്ച പ്രാർത്ഥന. सबसे पहला तुरंत उत्तर मिलने वाली प्रार्थना। 2 വളരെ പരിശ്രമത്തിലൂടെ സമയമെടുത്ത് അതിന് മറുപടി ലഭിച്ചതായ ഒരു और പ്രാർത്ഥന. दूसरी प्रार्थना इस तरह जिसका उत्तर आने ऐसी प्रार्थना जो बहुत ही मेहनत और कष्ट भरा है, लेकिन देर से उत्तर आता है। 3 മറുപടി നൽകാതെ ദൈവത്തിന്റെ കാര്യപരിപാടി തികച്ചെടുത്തതായ മൂന്നാമത്തെ और പ്രാർത്ഥന. तीसरी प्रार्थना ये है जहाँ पे हमारी प्रार्थना का उत्तर हमारे हिसाब से नहीं, लेकिन परमेश्वर का जो मकसद हो उसके हिसाब से मिलने वाली प्रार्थना। പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, इसके लिए प्रार्थना करने वाले परमेश्वर ഈ के पास ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രചോദനമാണ്. ये भाग हमारे जीवन में एक बहुत बड़ा प्रोत्साहन बने। പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ, നീ സേവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേഗത്തിൽ ദൈവം മറുപടി നൽകി ജാതികളുടെ മുൻപിൽ, ചുറ്റുപാടുകളുടെ മുൻപിൽ നിന്നെ മാനിക്കുവാനിടയായി തീരും. और परमेश्वर की महिमा के लिए, परमेश्वर को परिचय देने के लिए हो सकता है जातियों के बीच में, देश के बीच में तुम्हें तुरंत उत्तर दे। എന്നാൽ അടുത്തറിഞ്ഞ ദൈവത്തെ ദൈവാശ്രയം കൊണ്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അല്പം വൈകിപ്പോയാലും പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ നിരന്തരമായി തുടർമാനമായി പ്രാർത്ഥിക്കുവാൻ കൂടി നാം തയ്യാറാകണം. लेकिन अभी इससे नजदीकी से जानने वाले परमेश्वर पर भरोसा और आसरा निरंतर रखकर जो है, भले देर हो जाए फिर भी प्रार्थना निरंतर करते रहे। ഇടവിടാതെ നീ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. बिना रोक के करने वाले प्रार्थना को उत्तर जरूर है। 6 പ്രാവശ്യം ഒരുപക്ഷെ മറുപടി കിട്ടിയില്ലെങ്കിൽ हो सकता है कि 6 बार भले उत्तर न मिले, നിരാശപ്പെട്ടു പോകരുത്. निराश ना हो जाए, മറുപടി കൊണ്ടുവരുന്ന 7ാമത്തെ ഒരു ഊഴം നിനക്കുണ്ട്. और 7वीं बार उत्तर जरूर है। ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതാവഹമായി വെളിപ്പെടുവാനിടയാകും. और अद्भुत रीति से उसका उत्तर जो है प्रकट हो। ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചേക്കാം. हो सकता है हमारे दिल में जो कुछ भी है हम उसका प्रार्थना करें, എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ളതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ കാര്യപരിപാടിയിലുള്ളത് ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തും. അതും അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. लेकिन हमारे दिल में जो है उससे ज्यादा परमेश्वर का मकसद जो है, इच्छा जो है, उसके हिसाब से परमेश्वर प्रकट करेगा। നല്ലത് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. और जो भला है परमेश्वर वही करेगा, നന്മയ്ക്കായുള്ളത് മാത്രമേ ദൈവം और जो ചെയ്യുകയുള്ളൂ. अच्छे के लिए परमेश्वर वही തന്റെ करेगा। പദ്ധതിയും കാര്യപരിപാടിയും അനുസരിച്ച് മാത്രമേ ദൈവം और ചെയ്യുകയുള്ളൂ. परमेश्वर की इच्छा के अनुसार ही वो करेगा। അതുകൊണ്ട് പൂർണ്ണമായി ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിടയാകട്ടെ. और इसके लिए पूरी तरह परमेश्वर की इच्छा के लिए समर्पित करने के लिए हम प्रार्थना करें। ഹല്ലേലൂയ. നാം ഒരു സാധാരണ മനുഷ്യനായിരിക്കാം, हम साधारण लोग इंसान होंगे, പക്ഷെ ആ സാധാരണയായ ദൈവത്തെയാണ് നാം വഹിക്കുന്നത്. लेकिन हम एक असाधारण परमेश्वर की सेवा करते हैं, അസാധാരണമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. और एक असाधारण परमेश्वर की सेवा करते हैं, അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. और असाधारण कार्य कर सकता है ऐसे एक परमेश्वर की सेवा हम എന്ന करते हैं। പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു വ്യത്യസ്തമാകുന്ന കാഴ്ചപ്പാടുണ്ടാകട്ടെ. और हमारे प्रार्थना में एक अलग सा नजरिया हो। Praise the Lord. Hallelujah. ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം इस ചെയ്യാം. वचन के लिए हम धन्यवाद करते തലകളെ हैं। ദൈവസന്നിധിയിൽ വണക്കാം. हम सरों को झुकाएं, നമുക്ക് ദൈവത്തോട് हम പ്രാർത്ഥിക്കാം. प्रार्थना करें। Thank you, Lord. Hallelujah. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, हे पवित्र परमेश्वर, हमारे അനുഗ്രഹീതമായ स्वर्गीय നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. आशीष भरे अच्छे समय के लिए ഒരു धन्यवाद। പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാനിടയായല്ലോ.
और एक बार तेरी उपस्थिति में आने का കർത്താവേ, मौका ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവസരം തന്നല്ലോ, और तेरी महिमा करने का मौका मिला, പ്രാർത്ഥിപ്പാൻ അവസരം തന്നല്ലോ, प्रार्थना के लिए मौका, വചനത്തിലൂടെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനിടയായല്ലോ. और वचन के द्वारा तेरी आवाज പ്രിയ सुनते हैं। പിതാവേ, ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനെ കുറിച്ച് അവന്റെ പ്രാർത്ഥനകളെ കുറിച്ച് ഞങ്ങൾക്ക് और ചിന്തിക്കുവാനിടയായല്ലോ. हमारी तरह स्वभाव होने वाले एलिया के बारे में हम सुन पाए। കർത്താവെ, പ്രാർത്ഥനയെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിന് ദർശനത്തിന് വലിയ മാറ്റം ഇന്ന് പകൽക്കാലം അങ്ങ് തരുന്നതിനാൽ സ്തോത്രം. और हमारे प्रार्थना के विषय में एक नजरिया में हम एक बदलावट, एक दर्शन में बदलावट दे। ഞങ്ങൾ പലപ്പോഴും അപേക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ഞങ്ങളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇന്ന് പകലിലും ഞങ്ങൾ ഈ നന്മകൾ അനുഭവിക്കുന്നത്. और हमने जितना मांगा और जितना सोचा उससे ज्यादा परमेश्वर का मकसद था, इसके लिए आज सुबह हम यहाँ पर हैं। ഞങ്ങളുടെ ഹിതത്തിനും കാര്യപരിപാടിക്കുമായി ഞങ്ങളെ വീണ്ടും ഏൽപ്പിക്കുന്നു. तेरी इच्छा और तेरे मकसद के लिए हम समर्पित करते हैं। ദൈവഹിതം തിരിച്ചറിയുവാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തന്നാട്ടെ. परमेश्वर की इच्छा जानने के लिए और समझने के लिए हमें ज्ञान അങ്ങനെ दे, ജനത്തെ എല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ടെ. और तेरी प्रजा को आशीष दे, പാപവും പരീക്ഷയും നിറഞ്ഞ ലോകത്തിൽ ദൈവകൃപയിൽ കാക്കണമേ. और पाप और परीक्षा से भरे हुए इस दुनिया में तेरे अनुग्रह से संभाल। ദൈവിക സമാധാനം എല്ലാവരുടെ മേലും പകരണമേ. परमेश्वर की आशीष सभी के ऊपर दे, യേശുവിൻ നാമത്തിൽ പിതാവേ, यीशु के नाम से ही ആമേൻ. आमेन। ആമേൻ. കർത്താവായ യേശുവിന്റെ കൃപ നാം ഇവരോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. आमेन। ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. परमेश्वर आप सभी को आशीष दे।